ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അൽഫറാബി കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോളേജ് എങ്ങനെയാണ്, ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ കാണണം കേട്ടോ. ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കസാക്കിലെ അൽമാട്ടി എന്നുള്ള സ്ഥലത്താണ്. കസാക്കിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ ഈ ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഫുള്ള് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഒരു റഷ്യൻ കൾച്ചറൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതൊരു സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കോളേജ് ഫെഡറൽ യൂണിവേഴ്സിറ്റിയാണ്. ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർട്സ് സയൻസ് പോലെയുള്ള എല്ലാ കോഴ്സസും, അതായത് നമ്മുടെ അവിടെ നാട്ടിലെ പോലെ BCom, ദെൻ എൻജിനീയറിംഗ് കോഴ്സസ്, അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ MBBS കോഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പഠിക്കാനായിട്ട് ആവറേജ് ബഡ്ജറ്റ് വരുന്നത് ഒരു 35 to 40 lakh ആണ് ആവറേജ് ബഡ്ജറ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് ഹോസ്റ്റല്, ഫുഡ്, ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്ത് ഈ ഒരു പാക്കേജിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്യൂഷൻ ഫീസ് വരുന്നത് അറൗണ്ട് ഒരു 20 to 22 lakh വരെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ക്യാമ്പസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫെഡറൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ക്യാമ്പസ് ഒരുപാട് ബിൽഡിങ്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് നടന്നാലും തീരാത്ത വിധത്തിൽ ബിൽഡിങ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് വന്നിരുന്ന് പഠിക്കാനായിട്ട് ചെയർസ് കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് സ്ട്രെസ് റിലീഫായിട്ടൊക്കെ വന്നിരുന്ന് പഠിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ എല്ലായിടവും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അവരെല്ലാം ചെടികളെല്ലാം പുതുതായിട്ട് അവർ വയ്ക്കാറ് പതിവ്. ഇവിടെ എല്ലാം റോസയൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ തുടങ്ങിയിട്ട് ഒരു ജാനുവരി ഫെബ്രുവരി വരെയൊക്കെ നല്ല തണുപ്പായിരിക്കും, വിൻ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്യും. ആ സമയമായിരിക്കും അവരൊക്കെ ഇതേമാതിരിയൊക്കെ ഫ്ലവേഴ്സിൻ്റെ ചെടികളൊക്കെ വെച്ച് തുടങ്ങുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ, ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ അവൈലബിൾ അല്ല. ഇവിടെ നിന്നൊരു 10 minutes ട്രാവൽ വരുന്നുണ്ട്. അവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോസ്റ്റലും മെസ്സും എല്ലാം അവിടെയാണ് വരുന്നത്. ഇവർക്ക് ഓണായിട്ട് ഹോസ്റ്റലില്ല, നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് ഹോസ്റ്റലൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഇവിടുത്തെ ട്രാവലിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ കണ്ണൂർ, ഇവിടെ നിന്നാണെങ്കിൽ ഡൽഹിയിൽ ഫ്ലൈറ്റ് എടുക്കുക. ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ദെൻ ഇവിടെ അൽമാട്ടി, കസാക്ക് അൽമാട്ടിയിലോട്ടാണ് വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഒരു 3.5 hours ട്രാവൽ. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇത്രയും വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയുടെയൊക്കെ ബഡ്ജറ്റ് നമുക്കറിയാമല്ലോ. നോർമലി എബ്രോഡ് ചൂസ് ചെയ്യുന്ന കുട്ടികൾ ഒന്നിൽ നീറ്റ് പ്രതീക്ഷിക്കുന്ന അത്രത്തോളം മാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രശ്നമുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും എബ്രോഡ് നോക്കുന്നത്. ചില കുട്ടികൾക്ക് പാഷനായിരിക്കും എനിക്ക് എബ്രോഡ് പോയി പഠിക്കണമെന്ന്. അങ്ങനെ താല്പര്യമുള്ളവർക്ക്, അതായത് കസാക്കിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോളേജ് തന്നെയാണ് അൽഫറാബി. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ അഡ്മിഷൻ നേടണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം.